On Tuesday morning, before opening of capital market, an investor, while going through his bank statement, has observed that an amount of 7 lakh is lying in his bank account. This amount is available for use from Tuesday till Friday. The bank requires a minimum balance of 1000 all the time. The investor desires to take a maximum possible exposure in the market where value at risk should not exceed the balance lying in his bank account. The standard deviation of index of the same market is 1.5% per day. The required confidence level is 99%. You are required to determine the maximum possible exposure investor can take in the market. So the current balance lying in the bank account is 7 lakh. അതിൽ 1000 മിനിമം ബാലൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. സോ ബാലൻസ് യൂട്ടിലൈസബിൾ ബാലൻസ് വിൽ ബി 6,99,000. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മാക്സിമം പോസിബിൾ എക്സ്പോഷർ ഇൻവെസ്റ്റർ ക്യാൻ ടേക്ക് ഇൻ ദ മാർക്കറ്റ്. സോ അത് 1 ഡേയിലെ മാക്സിമം പോസിബിൾ ലോസ് ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓൾസോ ദേ ഹാവ് മെൻഷൻ ദാറ്റ് ദി എമൗണ്ട് ഇസ് അവൈലബിൾ ഫോർ യൂസ് ഫ്രം ട്യൂസ്ഡേ ടിൽ ഫ്രൈഡേ. സോ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ 4 ഡേയ്സ് അവൈലബിൾ ആണെന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ഇൻ 2 ways. First one, assuming 1 day VAR is 6,99,000. Second, assuming 4 day VAR is 6,99,000. How much portfolio has to be made? So VARന്റെ formula എന്താ? Standard deviation into portfolio into Z score. Z score at 99% confidence level is 2.33. So first formula കൊടുക്കാം. VAR is equal to 6,99,000 is equal to standard deviation. Standard deviation is 1.5% into portfolio ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് into Z score 2.33. ഇനി അസ്യൂമിങ് 4 day VAR 6,99,000 ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. 4 days VAR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 day വാറിൻ്റെ ഒപ്പം ഇൻറ്റു √4 ചെയ്യണം. സോ ഇപ്പോൾ 10 days VAR ആണെങ്കിൽ ഇൻറ്റു √10. ഇത് 4 days VAR കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇൻറ്റു √4. മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എ ഡേ ഇസ് 2 crore and maximum investment for 4 days is 1 crore. Consider a portfolio consisting of 200 lakh investment in shares XYZ and 200 lakh investment in share ABC. The daily standard deviation of both shares is 1% and the coefficient of correlation between them is 0.3. You are required to determine the 10-day 99% value at risk for the portfolio. So, 2 shares investment under 200 lakh each. Daily standard deviation 1%, then coefficient of correlation 0.3, then 10-day 99% probability VAR calculate ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. So portfolio എന്നിട്ടുണ്ട് in lakhs 200 lakh each. So total 400 lakhs. അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50%, 50%. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് 1% and 1%. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ലാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പെർസെൻറ്റേജ് ഇൻറ്റു പോർട്ട്ഫോളിയോ. സോ 200 into 1% 2. സോ 2 lakhs ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ലാക്സ്. ഇനി ഈ ക്വസ്റ്റ്യൻ 2 മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് വെയ്റ്റ്സിൻ്റെ മെത്തേഡിൽ, 2 വാല്യൂവിൻ്റെ മെത്തേഡിൽ. സോ വെയ്റ്റ്സിൻ്റെ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർമുല ഇസ് √W1² σ1² പ്ലസ് W2² σ2² പ്ലസ് 2W1 W2 ഇൻറ്റു കോവേരിയൻസ് അറിയുന്നത് σ1 σ2 R. സോ W1 എന്തുവാ? വെയ്റ്റ് 50%, W2 50%, σ1 1% and σ2 1%. So 1% into 50% whole square plus 1% into 50% whole square plus 2 into W1 എന്താ 50% into W2 50% into covariance അറിയുന്നത് σ1 σ2 R. σ1 is 1%, σ2 is 1%, R coefficient of correlation 0.3. So 0.0001. ഇതാണ് പോർട്ട്ഫോളിയോൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ്. സ്ക്വയർ റൂട്ട് ഓഫ് 0.001 is 0.0081. ഇനി പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ലാക്സ്. സോ ടോട്ടൽ പോർട്ട്ഫോളിയോ എത്രയാണ്? 400 into portfolio standard deviation. So you will get the portfolio standard deviation in lakhs.
അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഇനി വാല്യൂ അറ്റ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വാല്യൂ അറ്റ് റിസ്കിൻ്റെ ഫോർമുല എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു പോർട്ട്ഫോളിയോ ഇൻറ്റു സെഡ് സ്കോർ. സോ സെഡ് സ്കോർ എത്രയാണ്? 99% പ്രോബബിലിറ്റിയിൽ 2.33. 10 ഡേയ്സ് വാർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ വാല്യൂ അറ്റ് റിസ്ക് ഇൻ ലാക്സസ് 3.2249 ഇൻറ്റു 2.33 ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് 10 ആണെങ്കിൽ √10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 23,76,140 വിൽ ബി ദി വാല്യൂ അറ്റ് റിസ്ക്. ഇനി സെക്കൻഡ് വാല്യൂ മെത്തേഡ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ലാക്സ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഈ 2 lakh ആ വാല്യൂ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 2² + 2 W1 W2 ഇൻറ്റു കോവേരിയൻസ് 1 2. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. വേരിയൻസ് എന്ന് പറയുന്നത് സ്ക്വയറിലാണ്. സോ 2² + 2 W1 W2 കോവേരിയൻസ് 1 2. 2 W1 W2 കോവേരിയൻസ് 1 2 എന്ന് പറയുന്നത് σ1 σ2 R. സോ ഈ W1 σ1 is 2, W2 σ2 is 2. So 2 into 2 into 2 into R is 0.3. So √10.4 3.22 lakhs ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. Then value at risk is standard deviation into portfolio into Z score into 10 days ആയതുകൊണ്ട് √10. So 3,22,000 into 2.33 Z score at 99% probability. 2.33 is a Z score into √10. So 23,72,530 is the value at risk at 10 days.